പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല കിടിലനൊരു സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല കേമമായിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 2 മാങ്ങ അതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് മാറ്റി നമുക്ക് ചെറിയ സൈസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയായിട്ട് ഞാനവിടെ അരിയുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മടുക്കില്ല കേട്ടോ. അത്ര അടിപൊളി മാങ്ങ അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. മാങ്ങ എല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി വെച്ച മാങ്ങയിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അച്ചാറിനൊക്കെ ആകുമ്പോൾ ഒരല്പം ഉപ്പ് ആദ്യം ഒന്ന് മുന്നിട്ട് നിൽക്കത്തക്ക രീതി വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. മാങ്ങയൊന്നും കേടാവാതിരിക്കാൻ നല്ലപോലെ മാങ്ങയൊക്കെ തുടച്ചിട്ട് വേണം. വെള്ളമയം ഒട്ടും ഇല്ലാതെ വേണം ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ ഒരു 30 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. അരമണിക്കൂറോ 20 മിനിറ്റോ, കുറഞ്ഞ ഒരു 20 മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ. അരമണിക്കൂർ ഞാനിപ്പോൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് നമ്മുടെ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പൊട്ടി നല്ല നിറമൊക്കെ മാറി പൊരിഞ്ഞ് വരണം കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ കടുകെല്ലാം നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, പൊട്ടി വരുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാകും കേട്ടോ. തീ കുറച്ച് വെച്ച് നല്ലപോലെ വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക്. ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതേ പാനിൽ തന്നെ ഞാനിതാ 2 പീസ് കായവും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, നമ്മുടെ കട്ടക്കായം. ഇനി അതെല്ലാം കൂടെ ഒരു തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം ഒരു പാനിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേടുകൂടാതൊക്കെ ഇരിക്കും. അത് മാത്രമല്ല മാങ്ങാച്ചാറിനൊക്കെ നല്ലെണ്ണ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഞാനിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് നിറമാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കാം. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചട്ടി ഇരുന്ന് പൊടിയെല്ലാം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നിറമൊക്കെ മാറിപ്പോവും. അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നുമല്ലോ. എത്ര രസമാണ് കാണാൻ. നോക്കിയേ, കളറൊക്കെ എന്ത് രസമായിട്ടായിരിക്കുന്നതെന്ന്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മാങ്ങ മിക്സാക്കി വെച്ചിരുന്നേ തന്നെ ആ മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ എസൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം, ഉലുവ, കടുക് എല്ലാം കൂടെ കായമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പൊടി എല്ലാം വറുത്തെടുത്ത് കേട്ടോ. ഒരുപാട് ഇട്ട് കരിച്ചെടുക്കരുത്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കും. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നല്ല പരുവത്തിന് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല മണമാണ് കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റും. അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വായിൽ തന്നെ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു ഭരണിയിലിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.